ജീവിതത്തിൽ ഒരു അച്ഛനായപ്പോൾ ഉള്ള ആ ഒരു നിമിഷം എങ്ങനെ? ജീവിതത്തിൽ അച്ഛനായപ്പോൾ ഞാൻ പട്ടാളത്തിലായിരുന്നു. 62 62 തുടക്കമാണ്. അത് ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലം, ചൈനീസ് അറ്റാക്ക് ഉണ്ടായ സ്ഥലമാണ്. അത് മകനുണ്ടായതിന് ശേഷമാണ്. അപ്പോൾ അന്ന് അവിടെ ഒരു സുബേദാർ മേജറുണ്ട്. പുള്ളി എനിക്ക് അല്പം എതിരെ പ്രവർത്തനമായിരുന്നു. ഞാനവിടെ ഒരു ടൈപ്പിസ്റ്റ് ക്ലർക്കാണ്. അപ്പോൾ ഈ മകൻ ജനിച്ചു എന്ന് വീട്ടിൽ നിന്ന് എഴുത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് ലഡു വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്തു. നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് അവിടെ ഈ മധുരം കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ ഇയാളെന്നോട് ചോദിച്ചു, മറ്റുള്ളവരെല്ലാവരും വാങ്ങി മകന് കുട്ടി ജനിച്ചത് ആൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ അവന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നു. ചിലർ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ അരികെ ചെന്ന് ഈ സുബേദാർ മേജർ ചെന്നപ്പോൾ പറഞ്ഞു, തുമാരാ ബേട്ടായ എന്ന് ചോദിച്ചു. വെച്ചാൽ നിങ്ങളുടെ കുട്ടിയാണോ? ആ ചോദ്യം തെറ്റില്ലേ? ഉണ്ട്. ഞാൻ ആരോട് ചോദിച്ചു, കോയി ശക്കേ തുംകോ, അപ്പം എനിക്ക് വല്ല സംശയം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞ്, മുജേഷ് ശക്കേ. ഞാൻ കൊടുത്ത് ഇടി. അവിടെ നിന്ന് ഇടിച്ച് ഇയാൾ അവിടെ നിന്ന് ഓടി ഈ ബാരക്കിനകത്താണ്, കട്ടിലിൻ്റെ അടിയിൽ കയറി. അവിടെ നിന്ന് വലിച്ചെടുത്തിടിച്ച് ഞാൻ ഇടിച്ചയുടെ ഇവിടെയൊക്കെ ചോരയൊക്കെ വന്ന് ഓഫീസർ കമാൻഡിങ് എൻ്റെ അരികെ പോയി കംപ്ലൈൻറ്റ് ചെയ്ത്. OC എന്ന് പറയും. അയാളൊരു പഞ്ചാബിയാണ്, ഈ തലയെക്കെട്ടൊക്കെ ഉള്ള. അയാളുടെ പേര് SS ഗിൽ, മേജറാണ്. അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. മുമ്പ് അതുപോലെ ഇടി കേസ് അവിടെ കംപ്ലൈൻറ്റ് പോയിട്ടില്ല എൻ്റെ. അപ്പോൾ എന്നെ വിളിപ്പിച്ചു. അത് മിലിറ്ററി നിയമപ്രകാരം അയാളുടെ ഓർഡറിയെ വിളിച്ചിട്ട് ഉസ്കോ ബുലാവോ പേശ് കരുതോ എന്ന് പറയും. വിളിച്ചിട്ട് പേശിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ അറ്റൻഷനായി സല്യൂട്ട് ചെയ്തിട്ട് നിൽക്കണം. അപ്പോൾ താൻ ഇയാളെ ഇടിച്ചോന്ന് ചോദിക്കും. ഇടിച്ച് അതിന് ശിക്ഷ പറയും. ചിലപ്പോൾ ഒരു 3 ദിവസത്തെ അല്ലെങ്കിൽ 4 ദിവസത്തെ പേ കട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അത് ഇടിയുടെ കാഠിന്യത്തെ ആശ്രയിച്ചിരിക്കും. ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മാസത്തേക്ക് പോകും. അപ്പോൾ എന്നോട് അയാൾ ചോദിച്ചു, എന്തിനാണ് ഇയാൾ ഇടിച്ചത്? ഞാൻ പറഞ്ഞ്, ഇയാൾക്ക് ഞാൻ മധുരം കൊടുത്തിട്ടുണ്ട്, ഈ മേജർക്കും. ഞാൻ പറഞ്ഞ്, എനിക്കൊരു കുട്ടി ജനിച്ചതിന് വാർത്ത വന്ന ഞാൻ താങ്കൾ ഉൾപ്പെടെ എല്ലാവർക്കും മധുരം കൊടുത്തു. ഇയാൾ ഒരാൾ മാത്രം ചോദിച്ചോ കുട്ടി എൻ്റെയാണോ? അപ്പം ഞാൻ പറഞ്ഞ്, എൻ്റേതാണ്. നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എനിക്ക് സംശയമെന്ന് അയാൾ പറഞ്ഞു. കുട്ടി എൻ്റേതാണോ എന്ന് മാത്രം ചോദിക്കുകയും എൻ്റേതാണെന്ന് ഞാൻ പറയുകയും ചെയ്ത് അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പിന്നെ അയാൾ മുമ്പോട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ സമനില തെറ്റി, ഞാൻ അയാൾ ഇടിച്ചതാണ്. അത് തെറ്റല്ലേ എന്ന് പുള്ളി ചോദിച്ചു. തെറ്റാണെന്ന് താങ്കൾ പറയുന്നെങ്കിൽ ഞാൻ ശിക്ഷ അനുഭവിക്കും. അപ്പോൾ അയാൾ മിണ്ടിയില്ല. കുറേ സമയം ഉണ്ടായിരുന്നു വെച്ചും പൊക്കോളം പോയി എന്നോട്. ഞാൻ പോയപ്പോൾ അയാളെ ഫയർ ചെയ്തു. ഒരു ആളിൻ്റെ കയ്യിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് ആദ്യം ഉണ്ടായ അനുഭവം. സാറിൻ്റെ അച്ഛൻ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണ്? അച്ഛൻ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, മക്കളെ നേർവഴിക്ക് നടത്തണം. അതായത് ഇന്നത്തെ സമൂഹം എവിടെയെല്ലാം തലതിരിഞ്ഞു പോകുന്നോ അവിടെയൊക്കെ നമ്മുടെ മകൻ്റെ തല തിരിയാതെ നോക്കണം. അതിനവനെ സ്നേഹം കൊണ്ടും അത് സാധിച്ചെടുക്കാം. ചിലപ്പോൾ ഒരു കുറച്ച് ശാസനയിലൂടെയും പറ്റും. അപ്പം രണ്ടും കൂടിക്കലർന്ന് വേണം ചെയ്യാൻ. അത് എത്ര അളവ് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെ? അല്ല, അത് പറയാൻ നോക്കല്ല. അച്ഛനോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭയം വേണം മക്കൾക്ക്, അതേസമയം സ്നേഹവും വേണം.
ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് എൻ്റെ മക്കളിലേക്ക് ചെറുപ്പകാലത്ത് എവിടെയെങ്കിലും പോയി നാടകം കളിക്കാനൊക്കെ പോയിരുന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പൊതി കൊണ്ടുവരും, മക്കൾ കൊടുക്കും. അപ്പോൾ അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന അച്ഛൻ വരുമോ എന്നാണ്. ഈ പൊതി കിട്ടുമല്ലോ, പൊതിക്ക് വേണ്ടി അവർ ആദ്യം. പിന്നീട് ഇവർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ പൊതി കൊണ്ടുവരുന്നത്. ആദ്യമൊന്നും മനസ്സിലാകില്ല. അതേ സർക്കസുകാർ കുതിരയെ കൊണ്ടൊക്കെ വേല കാണിക്കുകയില്ലേ, ആ കുതിര ഒരു നമ്പർ കാണിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണിച്ച് ഈ കുതിരയുടെ വായിക്കതിന് കൈവെക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ടായി കൊടുക്കും. പിന്നെ കുതിര അടുത്ത നമ്പർ ചെയ്യുന്ന ഈ മുട്ടായിക്ക് വേണ്ടിയാണ്. കുതിരയ്ക്ക് അതേക്കുറിച്ച് ഓർക്കാൻ ഉള്ള വിവേകമില്ല. പക്ഷെ മനുഷ്യക്കുട്ടിക്ക് ആദ്യം അത് പിടികിട്ടില്ലെങ്കിലും പിന്നെ കുറേ കഴിയുമ്പോൾ ഇവൻ്റെ മനസ്സിൽ പിന്നെ മനസ്സിലാകും അച്ഛൻ്റെ സ്നേഹമുള്ളത് കൊണ്ടാണ്